ദേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമുണ്ട് ഇന്ന്. സ്പെഷ്യലായിട്ടുള്ള ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ നമ്മുടെ കൊച്ചു ബേബി വരാൻ പോണു. കൊച്ചു ബേബി വരാനായിട്ട് ഇനി ഏതാനും കുറച്ച് സമയം കൂടി മതി. അങ്ങനെ ദേ നമ്മൾ ശ്രുതിക്കുട്ടിക്കാണെങ്കിൽ ഒരു ചെറിയ ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ദേ കൊണ്ടുവന്ന അതിൻ്റെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കണേ കേട്ടോ. കുട്ടിയാണെങ്കിൽ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കണേ കേട്ടോ. കൊച്ചു ബേബിന് കട്ട വെയിറ്റിംഗ് ആണ് എല്ലാവരും. അപ്പോൾ ദേ നമ്മൾ ലേബർ റൂമിലേക്കാണ് പിന്നെ കയറ്റിയത്. ലേബർ റൂമിൽ കയറ്റിയിട്ട് നമുക്കൊരു ചെക്കപ്പും കാര്യങ്ങളൊക്കെ നോക്കാമെന്നൊക്കെ പറഞ്ഞ് പെയിനൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. അതിനുശേഷം നമുക്ക് ഇഞ്ചക്ഷനോ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മളങ്ങനെ അഡ്മിഷനൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അഡ്മിഷനൊക്കെ എടുത്തതിന് ശേഷം ദേ ഞാനും കണ്ണനും കൂടെ അഡ്മിഷൻ എടുക്കാനായിട്ടൊക്കെ നിൽക്കാം കേട്ടോ. അപ്പോൾ അതിനുശേഷം പെയിനൊക്കെ വരുമോ ഇല്ലേ എന്നൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും പെയിൻ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന കാരണം നമ്മളിങ്ങനെ വാർഡിലേക്ക് മാറ്റി കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് എങ്ങനെയുണ്ട് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നോക്കാം, നമുക്ക് വൈകുന്നേരം നോക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദേ അവിടെ നിന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ആൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണേ കേട്ടോ. അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചുറ്റും ഇരുന്ന് ശ്രുതിയോട് ഇങ്ങനെ വർത്താനവും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ. പെയിൻ വരും പോവും, അതിന് ടെൻഷനൊന്നും അടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സുനിച്ചേട്ടൻ ഉണ്ടായിരുന്നു, ചേട്ടൻ പോയി. അപ്പോൾ അതേ ഞങ്ങളൊക്കെ ഇരുന്ന് വീണ്ടും ഇങ്ങനെ വർത്താനം പറഞ്ഞ് ആളൊന്ന് ഓണാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ചില്ലായിട്ടിരിക്കും, ഹാപ്പി ആയിട്ടിരിക്കും, നമ്മുടെ കൊച്ചു ബേബി ഇപ്പോൾ വരൂലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ണനും അമ്മയും കൂടി ഇങ്ങനെ ട്രോളുകളൊക്കെ പറഞ്ഞ് ശ്രുതിനെ ഇങ്ങനെ ചിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സുതപ്പനും വിട്ടു കൊടുക്കണ്ടായില്ല, അവനും ഇങ്ങനെ ട്രോളടിപ്പിച്ച് ശ്രുതിനെ ചിരിപ്പിക്കാനായിട്ട് മാക്സിമം നോക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ ദേ ഞങ്ങൾ കുറേ അധികം നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ സുധു പറഞ്ഞ് നമുക്ക് ശ്രുതി ചേച്ചിനെ കൊണ്ട് നടക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. നടക്കാൻ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദേ സുതപ്പനാണെങ്കിൽ പറഞ്ഞ് നിങ്ങൾ നിൽക്ക്, ഞാൻ വീഡിയോ എടുത്തുതരാം, ഫോട്ടോ എടുത്തുതരാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ശ്രുതി പറയണ്ട, അയ്യോ ഞാനിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടീനെ പോലെ ഉണ്ടല്ലോ ആ മുടിയൊക്കെ അപ്പുറം കെട്ടിയപ്പോൾ ആ വീഡിയോയിൽ കാണുന്നത് ഇപ്പോഴാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ ഗുണ്ടാപ്പിയായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് കൊച്ചു ബേബി വന്നിട്ട് വഴിയെ വിശേഷങ്ങൾ കാണാം.